കണ്ടുപിടിച്ചല്ലോ കൊച്ചുള്ള, എനിക്ക് 25 വയസ്സായി, മര്യാദയ്ക്ക് ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ ആന്റി, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എന്റെ പ്രായമായിട്ടാ തോന്നുന്നു. എന്നിന് ഇവ സംസാരിക്കുന്നതായിട്ട് അവൾക്ക് സമാധാനം ഇല്ലാതെ പെട്ടെന്ന് ആ ബുക്ക് നീ തന്നെ അച്ഛന്ന് പറഞ്ഞിട്ട് അവളെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടെ കോണർ വന്നിട്ട് ജൂബാൽ അതിനു മുമ്പ് പോയെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് വരുമ്പോഴാണ് ഇവനും ജൂബാലാണോ അവളുടെ പേരും ചോദിക്കും. കാരണം അവളുടെ പേരെന്താ അറിഞ്ഞു കാണത്തില്ല. പോരാതെ കൊച്ചിലെ അവളെല്ലാരും ജൂബാലിനെ വിളിച്ചോണ്ടിരുന്നത്. അതിനുശേഷം ലിംജിങ്ങും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അനിയനും ബുക്ക് എന്ത് ചെയ്യുന്ന അവളോട് തർക്കിക്കും. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി ഭാഗ്യത്തിന് ആ ക്ലാസ്സിലുള്ളവൻ എന്നെ തിരിച്ചറിയാത്തതെന്ന് അവനോട് പറയുമ്പോഴാണ് അനിയനും ചിരിച്ചിട്ട് മിക്കവാറും നാളെ ക്ലാസ്സിൽ വെച്ച് കാണുമ്പം അവന് പിടികിട്ടെന്ന് പറയും. അപ്പോഴാണ് ഇവളും പേടിച്ചിട്ട് നമ്മളെ മാത്രം പേടിച്ചാ പോലെന്ന് പറഞ്ഞ് അനിയനെയും പേടിപ്പിക്കും. അവൻ സെറ്റാക്കാൻ നോക്കുന്ന പെങ്കൊച്ച് ഇവളെ പോലെ തന്നെ മേക്കപ്പ് ഇട്ടായിരിക്കും അത്രയ്ക്ക് സൗന്ദര്യം വന്നേന്ന്. അങ്ങനെ അവളത് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അനിയനും ദേഷ്യത്തി അവൾ ജനിച്ചതേ സൗന്ദര്യത്തോടാന്ന് അവനും ചെറുതായിട്ട് പേടിക്കാൻ തുടങ്ങും. സത്യത്തിൽ ഇവളെ പോലെ തന്നെ അവളായിരിക്കുമെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ലിംജിയും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരിക്കലും സൂഹോ ഇവൾ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ് കുറച്ച് എക്സ്ട്രാ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവളും ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോഴാണ് സൂഹോ ഇവളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യത്തില്ല. അതോടെ അവൾക്ക് സമാധാനാകും ഇവന് മേക്കപ്പ് ഇടാത്തോണ്ട് ഇന്നലെ മനസ്സിലായില്ലെന്ന്. അതേസമയം ലിംജിങ്ങിനെ സ്കൂളിലാക്കിയിട്ട് ചേച്ചിയും തിരിച്ച് പോകുന്ന വഴിക്ക് ഐസ്ക്രീം കഴിക്കുമ്പോഴാണ് അവിടെ വെച്ച് ലിംജിങ്ങിന്റെ ക്ലാസ് ടീച്ചർ വേറൊരു പൊടി കൊച്ച് സ്കൂളിൽ വരത്തില്ലെന്ന് പറഞ്ഞ് കരയുമ്പം സാറും കുറച്ച് തമാശയെ കാണിച്ച് ആ കൊച്ചിനെ വിളിച്ചോണ്ട് സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ ഇത് കണ്ടതോടെ ലിംജിങ്ങിന്റെ ചേച്ചിക്ക് അപ്പൊ തന്നെ സാറിന് ഇഷ്ടമായി. അതോടെ അവരും തീരുമാനം എടുക്കും ഇനി എന്നും ലിംജിങ്ങിനെ കൊണ്ടാക്കുന്ന ചാൻസ് യൂസ് ചെയ്ത് ഇങ്ങേരെ വായി നോക്കാന്ന്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ലിംജിങ്ങും കടയിൽ ചെന്ന് മേക്കപ്പ് ഒക്കെ വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സ്ഥലത്തേക്ക് സേമി അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് വരും. ഇതോടെ ലിംജിങ്ങും പേടിച്ച് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇവൾ അവിടെ പഠിക്കാത്തോണ്ട് ഇവള് കൂട്ടുകാരായിട്ട് വിചാരിച്ച മറ്റേ പെങ്കൊച്ചിനായിരിക്കും റാഗ് ചെയ്യുന്നത്. ഇത് കണ്ട് ലിംജിങ്ങിന് പാവമായിട്ട് തോന്നിയാലും അവൾ ആലോചിച്ച് നോക്കും ഇവരുടെ കൂടെ ചേർന്നായിരിക്കും അവൾ ഇവളെ റാഗ് ചെയ്തേന്ന്. അതിനുശേഷം മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ലിംജിങ് ഇവര് കണ്ടുപിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അപ്പോഴാണ് അതേസമയം നമ്മുടെ സെക്കൻഡ് ഹീറോ ഹൻസുജിനെ കാണിക്കുന്നത്. അങ്ങനെ അവനെ കുറെ പേര് ബൈക്കിങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകും. ഇതോടെ അവൻ അവരെന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് കറക്റ്റ് ഇവന്റെ ഫ്രണ്ട് ലിംജിങ്ങിനെ ഒന്ന് പെടും. അതോടെ ഇവന് സ്ലിപ്പായി അവിടെ തന്നെ തെന്നിയടിച്ച് വീഴും. ഇത് കണ്ട് ഇവളും പേടിച്ചിട്ട് അവന്റെ അടുത്ത് നിന്ന് സോറി ചോദിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവന്മാരെല്ലാരും കൂടെ ഇവനെ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തും. ഇതോടെ ഇവനും പേടിച്ചിട്ട് അവന്റെ ആയിരിക്കുന്ന ഹെൽമെറ്റ് അവളുടെ കൊടുത്തിട്ട് അവൻ അവിടെ നോടിപ്പോകും. അങ്ങനെ അവരൊക്കെ അവനിട്ട് ഓടിക്കുമ്പോഴാണ് ഹെൽമെറ്റ് എന്തിന് എന്റെ തന്നെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഹൻസുജനും വേറെ അങ്ങ് ഓടാൻ പറ്റാതെ അവനും പെട്ടുപോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് പോലീസിന്റെ സൗണ്ട് കേട്ട് ഇവെല്ലാം ഹൻസുജനെ വിട്ടിട്ട് അവിടെ നോടിപ്പോകും. അപ്പോഴാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത് ആരാ നണിക്കുന്നത്, അത് ലിംജിങ്ങനായിരുന്നു. അങ്ങനെ അവളും നൈസിന്റെ ഇവന്റെ അടുത്തേക്ക് വന്ന് ഹെൽമെറ്റ് തരാൻ വേണ്ടി വരുമ്പോഴാണ് ഇവനെ കണ്ടതോടെ അവളും മൊത്തത്തിൽ പേടിച്ചു പോകും. അതോടെ അവളും പെട്ടെന്ന് അവനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് പോകാൻ നോക്കുമ്പോഴാണ് അവൻ അതിലൊന്നും വീഴത്തില്ല. ഇതോടെ അവളും പേടിച്ചിട്ട് ഇവിടെ വന്നതന്നെ തെറ്റാന്ന് പറഞ്ഞ് അവൾ അവിടെ നോടിപ്പോകും. അപ്പോഴാണ് ഇവന് പെട്ടെന്ന് പിടികിട്ടുന്നത് ഇവള് ഹെൽമെറ്റ് തരാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ്. അതോടെ അവനും എന്റെ ഹെൽമെറ്റ് നിലവിളിക്കുമ്പം അവളത് എടുത്തോണ്ട് അപ്പൊ തന്നെ സ്ഥലം വിട്ട്. അതിനുശേഷം ഇവൾ അവളോട് ദേഷ്യത്തി സേമിയെ പേടിച്ച് ഗാങ്സ്റ്ററിന്റെ അടുത്ത് പെട്ടോ എന്ന് പറഞ്ഞ് അവള് പിറുപിറുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അനിയനും വന്നിട്ട് സൂഹോയെ പോലെ ആക്ട് ചെയ്യും. അയ്യോ നിന്നെല്ലാം ഞാൻ മേക്കപ്പ് ഇടാതെ ലൈബ്രറി വെച്ച് കണ്ട ഏതിന് ഇവന്റെ സൗണ്ട് കേട്ടതോടെ അവൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. അതോടെ ഇവളും അനിയനെ ഓട്ടിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം അമ്മയും ടി വിക്കകത്ത് ഒരു ആക്ടറിനെ കണ്ടിട്ട് ഇങ്ങേരെ കാണാൻ ഹാൻസം ആണ് അയാളെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് അച്ഛന് നല്ല ജലസായി വേറെ ആപ്പിളിന്റെ തൊലി മാത്രം എടുത്ത് അമ്മയുടെ വായി കയറ്റി വയ്ക്കും. അങ്ങനെ ഈ ടി വി കാണുന്ന ആക്ടറാണ് സൂഹോയുടെ അച്ഛൻ. പക്ഷെ സൂഹയ്ക്ക് അവന്റെ അച്ഛൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങേര് വിദേശത്ത് അങ്ങാണ്ട് പോയേക്കുക. പോരാതെ ഇപ്പം അയാളുടെ ഫാൻസിനെ കാണാൻ വന്നോണ്ട് ഇടയ്ക്ക് ഇവനെയും കണ്ടിട്ടോ എന്ന് പറഞ്ഞ് സൂഹയെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് അച്ഛനും രണ്ടുപേർക്ക് കരാട്ടെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഇതോടെ അച്ഛനും സൂഹയെ അടിച്ചിടുമ്പോഴാണ് അവൻ ഓർത്തു നോക്കുന്നത് ഇവന്റെ അമ്മ മരിച്ച സമയത്ത് കുറച്ചുപോലും സങ്കടപ്പെടാതെ അന്ന് രാത്രി തന്നെ വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഇരുന്ന കാര്യമൊക്കെ. അങ്ങനെ ഈ കാര്യമൊക്കെ ഓർത്തു നോക്കി അവന്റെ അച്ഛനെ അടിച്ച് പൊട്ടിക്കും. ഇതോടെ അച്ഛനും മനസ്സിൽ തോറ്റം സമ്മതിച്ചിട്ട് അവനും കൂടെ വിദേശത്ത് വന്ന് സെറ്റിൽ ആവാൻ പറയും. അപ്പോഴാണ് അവനും ദേശത്തി നിങ്ങളുടെ ലവറായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പം വെറുതെ ഞാൻ എന്തിനെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവനിനി മേലെ അച്ഛനാന്ന് പറഞ്ഞ് ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ദേശത്തി അവിടെ നിന്ന് പോകും. കാരണം ഇങ്ങേരെ അച്ഛനായിട്ട് വിചാരിക്കുന്ന തന്നെ അവൻ നാണക്കേടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ലിംജിങ്ങിന് മേക്കപ്പ് ഇടാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടേക്ക് അനിയനും വന്നിട്ട് ആ വാങ്ങിച്ച പോക്ക് തിരിച്ച് കടയിൽ തന്നെ കൊടുക്കാൻ പറയും. ഇതോടെ അവളും ദേഷ്യത്തി അവൾ എന്തിനു പോകണമെന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് ഇപ്പോഴും അവളുടെ യഥാർത്ഥത്തെ ഫോട്ടോ അവന് മൊബൈലിൽ കിടപ്പുണ്ടെന്ന് പറയും. അതോടെ ഇവളും ദേഷ്യം കൺട്രോൾ ചെയ്ത് ആ ബുക്ക് എടുത്തോണ്ട് കടയിലേക്ക് ചെല്ലുമ്പോഴാണ് അവള് സൂഹയുണ്ടോന്ന് അങ്ങേരോട് ചോദിക്കും. അപ്പോഴാണ് അയാളും അവ ഇടയ്ക്കൊക്കെ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കട നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അയാൾ വാഷ്റൂമിലേക്ക് ചെല്ലും. ഇതോടെ അവളും സൂഹയില്ലെന്ന് പറഞ്ഞ് സമാധാനത്തിൽ ബുക്കൊക്കെ എടുത്ത് വായിക്കാൻ പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് സൂഹ
സൂഹയും വരും. ഇതോടെ അവളും പേടിച്ചിട്ട് ഇവൻ കാണല്ലെന്ന് പറഞ്ഞ് ഫേസ് മറിച്ചിരിക്കുമ്പോഴാണ് അവനത് അവളാന്ന് പിടികിട്ടിയിട്ട് നിനക്കെന്നെ സത്യത്തെ ഓർമ്മയില്ലെന്ന് വീണ്ടും അവളോട് ചോദിക്കും. ഇതോടെ അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് സൂഹയ്ക്ക് പിടിയിട്ടെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് സ്ലിപ്പ് ആകുമ്പോഴാണ് ഇവൻ അവളെ ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എപ്പോഴും സ്റ്റൂളിൽ നിന്ന് വീണ് ഇവ രക്ഷിക്കാൻ വരണമെന്ന് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഇവനെ കണ്ട് ഷോക്കായി വീണാന്ന് പറയുമ്പോഴാണ് അവനും അറിയാവുന്ന ഒരു വ്യക്തിയെ അറിയാത്ത പോലെ ആക്ട് ചെയ്യാൻ ഇവൻ അറിയത്തില്ലെന്ന് പറയും. ഇതോടെ അവളും പേടിച്ചിട്ട് അപ്പൊ സത്യത്തിൽ എന്നെ കണ്ടപ്പോ തന്നെ പിടിയിട്ടെന്ന് അവളും മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കും. പക്ഷെ അവനാണ് അന്ന് ബിൽഡിംഗ് വെച്ച് കണ്ട കാര്യമാണ് പറയുന്നത്. ഇവളാ ലിംജിങ് ഒന്നും അവനറിയത്തില്ല. അതിനേശ് ഇവളും പേടിച്ചിട്ട് ഇവളുടെ സീക്രട്ട് ആരോടും പറയില്ലെന്ന് അവനോട് സത്യം ചെയ്യാൻ പറയും. ഇത് കേട്ട് അവനും ഇവളേത് സീക്രട്ടിനെ കുറിച്ച് സംസാരിക്കുന്നെന്ന് അവൻ ആലോചിച്ച് നോക്കും. കാരണം ഇവനൊന്നും അറിയത്തില്ല ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ലിംജിങ്ങിനാ ഇവളെന്ന്. അതോടെ അവളും കുറെ ടെൻഷനായിട്ട് പ്ലീസ് ആരോടും പറയില്ലെന്ന് പറഞ്ഞ് അവനോട് സത്യം ചോദിക്കുമ്പോഴാണ് ഇവൻ ആലോചിച്ച് നോക്കുന്നത് ഒരേശ് അവള് ബിൽഡിങ്ങിൽ നിന്ന് മരിക്കാൻ പോയത് ആരോടും പറയില്ലെന്നായിരിക്കും ഇവൾ ഉദ്ദേശിക്കുന്നതെന്ന്. അതോടെ അവനും ഈ കാര്യമൊക്കെ ഞാൻ ഇതിനെ പുറത്ത് പറയാൻ പോന്നെന്ന് സൈലന്റ് ആയിട്ട് അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഇവൾ ഇത്രയും പെട്ടെന്ന് അവൻ സമ്മതിച്ചോന്ന് പറഞ്ഞ് ഇവൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് സൈൻ വാങ്ങിക്കും. അതായത് ഇവളുടെ സീക്രറ്റ് പുറത്ത് ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കോൺട്രാക്ട് കണ്ടിട്ട് അവനും ഇതിനൊക്കെ ആരിൽ സൈൻ ഇടുമെന്ന് പറഞ്ഞ് അവനും പറ്റത്തില്ലെന്ന് അറിയും. ഇതോടെ അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ ഈ സീക്രറ്റ് പുറത്ത് ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അവനോട് ചോദിക്കുമ്പോഴാണ് അവൻ എന്തായാലും ആ കോൺട്രാക്ട് സൈൻ എടുത്തില്ലെന്ന് പറയും. കൂടാതെ ഇത് ഏതോ ഒരു കഥ ബുക്കിലെ കോൺട്രാക്റ്റും കൂടെ. അങ്ങനെ ആ കാര്യം അവ എടുത്ത് പറയുമ്പോഴാണ് ഇതോടെ അവൾ ഷോക്കായി ആ ബുക്കൊക്കെ ഇവൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് സൂഹയും കുറെ ബുക്കിന്റെ പേരൊക്കെ എടുത്ത് പറയും ഇതെല്ലാം ഹൊറർ ബുക്സ് ആണ്. ഇതൊക്കെ കേട്ട് ലിംജിങ്ങിന് ഷോക്കായി ഇതൊക്കെ അധികം ആരും വായിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഇവ രണ്ടുപേരും ഒരേ കാറ്റഗറിയാന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ലിംജിങ്ങിനെ അവന് വീഴ്ത്താൻ വേണ്ടി ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള സ്റ്റിക്കർ ഇവളുടെ ഉണ്ടെന്ന് പറയും. ഇതോടെ അവനും പെട്ടെന്ന് ഷോക്കായി അതിവന് തരുമെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ആ സ്റ്റിക്കർ വേണേ ഈ കോൺട്രാക്ട് സൈൻ ഇടാൻ പറയും. അതിനുശേഷം അവൻ ആ സ്റ്റിക്കറിന് വേണ്ടി ആ കോൺട്രാക്ട് സൈൻ ഇട്ടിട്ട് ഇവളുടെ സത്യം ആരോടും പറയത്തില്ലെന്ന് പറയും. അങ്ങനെ അതിന് പകരമായിട്ട് അവനും ആ സ്റ്റിക്കർ വയ്ക്കുമ്പോഴാണ് ഇവള് സ്റ്റിക്കർ ആണെങ്കിൽ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ പൈസക്ക് കുറെ അടിച്ചുവരെ കഴിച്ച് ഇവളും സുഖിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനും കഴിക്കാൻ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവനത് വാങ്ങിച്ചു കഴിച്ചോണ്ട് അവന്റെ ബർത്ത്ഡേ കഴിക്കുന്ന ആദ്യത്തെ ട്രീറ്റ് എന്ന് പറയും. അപ്പോഴാണ് ഇവളും അറിയുന്നത് ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ്. അതോടെ അവളും ബർത്ത്ഡേക്ക് ഇവനെന്ത് ഇവിടെ ചെയ്യുന്ന ചോദിക്കുമ്പോഴാണ് അവന് കൂടെ ആഘോഷിക്കാൻ വേറെ ആരില്ലെന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം ലിംജിങ്ങിനും ഇവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വേറെ സ്റ്റിക്കറും കൂടെ കൊടുത്തിട്ട് ഇവളെ തിങ്കളാഴ്ച മറ്റേ സ്പെഷ്യൽ എഡിഷൻ ബുക്കായിട്ട് വരാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസം ലിംജിങ്ങിന് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ അവൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് സൂഹയ്ക്ക് വാക്ക് കൊടുത്ത പോലെ ആ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ബുക്ക് എടുക്കണമെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഇവളൊന്ന് മേക്കപ്പ് ഇട്ട് കൊളവാക്കിയ അവന്റെ ഷർട്ടും കൂടെ ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഇവള് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് അതേസമയം ബസ് മിസ്സായതോടെ ഇവളും ടെൻഷനായി പുറകെ തന്നെ ഓടി ചെല്ലും. അപ്പോഴാണ് അതേസമയം ആ ബസ്സിലുള്ള പയ്യന്മാരെല്ലാരും കൂടെ ലിംജിങ്ങൻ വരുന്ന കണ്ടിട്ട് ആ ഡ്രൈവറിനെ വണ്ടി എടുത്താൻ പറയും. അങ്ങനെ ഇത് കാണുമ്പോൾ അവൾക്ക് പണ്ട് ഇവള് മേക്കപ്പ് ഒന്നും ഇല്ലാത്തപ്പോ സ്കൂളിൽ പോയി ഓർമ്മയൊക്കെ വരും. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് അവൾ സീറ്റ് ഇരിക്കുമ്പോഴാണ് വേറൊരുത്തിന് നൈസിന് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ അറിയാതെ കുറെ ഫോട്ടോസ് ഒക്കെ അവ സീക്രട്ട് ആയിട്ട് എടുക്കാൻ നോക്കും. അപ്പോഴാണ് ഇതൊക്കെ സൂചനം കണ്ടിട്ട് അവന്റെ ഫോം വാങ്ങിച്ച് അവൻ അടിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയോടെ അവൻ അവിടുന്ന് രക്ഷോട്ട് ഓടിപ്പോവും. ഇതോടെ സൂചന അവന്റെ പുറകെ ഓടിച്ചെന്ന് അവന്റെ ആ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഇതൊക്കെ ബസ്സിരിക്കുന്ന എല്ലാരും കണ്ടിട്ട് സൂചന അവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവെല്ലാം ഷോക്കായി പോവും. അതിനുശേഷം സൂചനും അവളുടെ ബാഗും കൊണ്ട് അവനെ അടിച്ച് തറയിലാക്കുമ്പോഴാണ് അവിടേക്ക് പോലീസും വന്ന് ആ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അവനെ പൊക്കി എടുത്തോണ്ട് പോകും. അതിനുശേഷം ഇവളൊന്ന് ബസ്സിൽ കയറുമ്പോഴാണ് ലിംജിങ്ങിന് മൊത്തത്തിൽ ഇംപ്രസ് ആയി ആൾക്ക് ബോയ് ഫ്രണ്ട് ആണ് ഇവളെ പോലെ ഒരാളെ വേണമെന്ന് പറയും. ഇതൊക്കെ കേട്ട് അവള് ഷൈ ആയിട്ട് അവളുടെ കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സുവാവ് ലിംജിങ്ങിനോട് ഇവള് പണ്ട് പഠിച്ച സ്കൂളിലെ ഫോട്ടോസ് കൊണ്ടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് പണ്ടത്തെ ഫോട്ടോസ് കണ്ട ഇവള് മൊത്തത്തിൽ പെട്ടുവെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇവരുടെ ഇടയിൽ കൂടെ സൂഹവും വന്നിട്ട് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ് അവൻ ഇവരെ ഡിസ്റ്റർബ് ചെയ്യും. ഇതോടെ അവരെല്ലാം സൂഹയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടോപ്പിക് ചേഞ്ച് ആയി എന്ന് പറഞ്ഞ് ലിംജിങ്ങിന് സമാധാനാകും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം മാസമായിട്ട് അവിടെ ഹൻസുജൻ വന്നിറങ്ങുന്നത്. അങ്ങനെ ഇവനെ കണ്ടതോടെ ലിംജിങ് വീണ്ടും ഷോക്കായി പോകും. ആ ഗാങ്സ്റ്റർ പയ്യൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണോ എന്ന്. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സും ഹൻസുജനെ കുറിച്ച് ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ സ്കൂളിലെ ഹാൻസം ആയിട്ട് രണ്ടുപേർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സൂഹോയും പിന്നെ ഹൻസുജനും. അങ്ങനെ സൂഹയ്ക്ക് കുറെ ഫാൻസ് ഉള്ളതുപോലെ ഹൻസുജനും കുറെ ഫാൻസ് ഉണ്ട്. പക്ഷെ ഇവന്മാർ തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും കൂട്ടുകാരനാണ് അന്ന് മരിച്ചോ എന്ന് പറഞ്ഞ് ന്യൂസിനകത്ത് കാണിച്ചത്. അങ്ങനെ ആ പ്രശ്നം കാരണം ഇവർ തമ്മിൽ ഇപ്പൊ സംസാരിക്കത്തില്ല. അങ്ങനെ അതിലും പ്രധാനമായിട്ട് അവന്റെ മരണത്തിന്റെ കാരണം സൂഹ എന്ന ഹൻസുജനും വിചാരിക്കുന്നത്. അതുകൊണ്ട് സൂഹയെ കണ്ടാൽ തന്നെ അവനും വെറുപ്പാന്നെന്ന് പറഞ്ഞിട്ട് അവന് മൈൻഡ് ചെയ്ത ക്ലാസ്സിലേക്ക് ചെല്ലും.
അതിനുശേഷം ക്ലാസ് വെച്ച് സാർ എല്ലാവരും വീണ്ടും ഹൺസിജൻ ക്ലാസ്സിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അവന് സൂഹോയുടെ അടുത്തേക്ക് ഇരിക്കാൻ പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി ലിംജിങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ചെന്ന് അവന്റെ അടുത്ത് ഇരിക്കാൻ പറയും. ഇതോടെ അവളും പേടിച്ചിട്ട് ഞാൻ എന്തിനു പോകണം ചോദിക്കുമ്പോഴാണ് സാറും ലിംജിങ്ങിന് കാഴ്ച കുറവായതുകൊണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറയും. അതിനുശേഷം അവന് പുറയുന്ന ഒരുത്തിനെ പിടിച്ചു മാറ്റി അവന് സൂഹോയുടെ അടുത്ത് നിന്നിരിക്കാൻ പറയും. അങ്ങനെ അവനാണ് സൂഹോനോട് ഫ്രണ്ട് ആകാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവന് സന്തോഷത്തിൽ സീറ്റ് മാറിച്ച് നിന്നിരിക്കും. ഇത് കണ്ട് ലിംജിങ്ങിനും ഹൺസിജിനോട് സോറി വയ്ക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് ഇവളിതിനും എവിടെ കണ്ടോ പോലെ അവന് ചെറിയ ഓർമ്മയൊക്കെ വന്നു പോകും. അതിനുശേഷം സാറും അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് പോകുമ്പോഴാണ് ലിംജിങ്ങിനും സൂഹയെ കണ്ടിട്ട് ക്യൂട്ടായിട്ട് അവനെ നോക്കി സൈറ്റ് അടിക്കും. ഇത് കണ്ട് അവനൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.